സ്ഥലത്തെത്തും. മോമേ, പണ്ട് ഈ ഖത്തറിൽ വന്ന സമയത്ത് ഇവിടെ ദോഹ സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം പക്ഷെ എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നീ ആളെ വന്നില്ല? ഞാൻ വന്നിക്ക് അന്ന് ടിക്കറ്റ് ഫുള്ളായി പോയി. പിന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് കൂട്ടി. ശരിക്കും പറഞ്ഞാൽ ദോഹ സിനിമയിൽ വന്ന നമ്മുടെ നാട്ടിൽ ഏകദേശം നല്ല ഫീൽ, ഏകദേശം നാട്ടു പടത്തിന് പോയൊരു ഫീൽ ആയിരുന്നു. ഒരൊറ്റ തിയേറ്ററിൽ എന്ന് രണ്ടുകൂടെ വേറൊരു തിയേറ്ററും ഇല്ല. പക്ഷെ അത് അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പൊ. എന്തായിക്കില്ല, അവിടെ ഒരു ജിമ്മുണ്ട് ഇപ്പൊ. അത് ഓണായിട്ട് ഉള്ളിലാ സംഭവിച്ച ഭയങ്കര വായ്പ. എല്ലാവരുടെ എത്തലും എല്ലാവരെയും കാണും. സിനിമ ഒന്നിച്ചൊരു നാട്ടിനൊരു പടത്തിന്റെ പോയൊരു ഫീല്, നാടൻ പടത്തിന് പോയത്. ഞാൻ വന്ന പടം കാണാൻ പിന്നെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ തിയേറ്റർ അവിടെ പൂട്ടി. പിന്നെ തിയേറ്റർ ഇവിടെ ഒന്നുമില്ല. പിന്നെ അങ്ങ് ഏഷ്യൻ ടൗണിൽ തിയേറ്ററുകൾ ഒരു 5-8 ഒന്നിച്ച് വന്നിട്ട് അതൊരു ഫീൽ. ഇവിടുത്തെ ഫീൽ അവിടെ നിന്ന് എവിടെയും കിട്ടിയില്ല. എനിക്ക് വന്ന ഖത്തറിലുള്ള ആ സമയത്തുള്ള ആൾക്കാർക്ക് എല്ലാം അത് അറിയായിരിക്കും. ദോഹ സിനിമയിൽ പടത്തിന് വന്നാൽ അത് ഫീല് നല്ല രസമാണ്. എല്ലാവരും മാക്സിമം മലയാളം പടങ്ങൾ എടുത്തിട്ടാണ്. ഇതാണ് അതാണ് ബോർഡ് ഉണ്ടായിരുന്നല്ലോ. ഈ സാധനം ഈ ലെഫ്റ്റ് കാണുന്ന ഈ ഒരു വെള്ള ഒരു ചെക്സ് ഒരു എന്താ പറയാ കാണുന്നുണ്ട്. ലെഫ്റ്റ് കാണുന്ന സാധനം സിനിമ പോലെ എങ്ങനെ എഴുതിക്കണേ. പക്ഷെ എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയെന്ന് ഒരു പിടുത്തമില്ല. അവിടെ വേറൊന്നും തുടങ്ങി. ഫിറ്റ്നസ് ജിം ഓപ്പൺ ആയിട്ടുണ്ട്. അതിപ്പോ സൈഡിലല്ലേ? ഓഫീസൊക്കെ ഉണ്ട്. ഇപ്പൊ സൈഡിൽ ഷോപ്സ് വേറെ ഉണ്ടല്ലോ. അല്ലല്ല, അതിന്റെ ബിൽഡിംഗ് തന്നെയാണ്. സെയിം ബിൽഡിംഗിലാ ഓഫീസുണ്ട്. ഞാനവിടുന്ന് ലാസ്റ്റ് അവിടെ പ്രോഗ്രാം സ്റ്റേജ് പരിപാടി. മമ്മൂട്ടിന്റെ ഏതോ ഒരു മൂവിക്ക് വന്നതാ. അതോടെ സ്റ്റേജ് പരിപാടി വന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതാ കണ്ടോ ഓർമ്മയില്ല. സ്റ്റേജ് പരിപാടിക്ക് വന്ന ലാസ്റ്റ് ഘട്ടത്തിലെത്തിയാല് അന്ന് മാക്സിമം പേരുടെ ഗാനമേളകളാണ്. ഈ താജുദ്ദീൻ പടരുന്ന ഗാനമേള. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം നമ്മൾ അധികം ദിവസം വന്ന് വെറുതെ ഒരു പാസ് അടുത്തന്നല്ലേ, ദോഹ തന്നെയല്ലേ, എന്തൊക്കെയാ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്യും അവര് പിന്നെ കയറി കണ്ടോ. ലാസ്റ്റ് ആ കലാശ കൂട്ടിൽ നമ്മളെല്ലാവരും ഉണ്ടാവും. അടിച്ച് പൊളിക്കുന്നുണ്ട്. നല്ലൊരു വൈബായിരുന്നു. സൂപ്പർ വൈബാ. നല്ലൊരു. പക്ഷെ അതെന്തുകൊണ്ടാ പൂട്ടിയൊരു പിടുത്തമില്ല. ഇവിടെ ഒരു സിനിമ തിയേറ്ററിന്റെ എന്താ വർഷം അത്യാവശ്യം മലയാളം പടം കളിച്ചാൽ നീക്കാം എടുത്തത്. വർക്കിംഗ് അതിനുള്ളിലുണ്ട്. അതിനടുത്തിട്ട് ഏതെങ്കിലും നല്ല പഴയ പടങ്ങളില്ലേ 90-കളിലെ പടം പ്ലേ ആക്കിയാൽ മതി. ആരായി വരുമോ ആണ് വലിയ തിയേറ്റർ ഇടാ, ഭയങ്കര വലിയ തിയേറ്റർ കാണിച്ചു കൊടുക്കും. ആ തിയേറ്റർ കാണുന്നില്ല. അതിപ്പോ ടേണിംഗ് ക്രോസ് കാണാൻ പറ്റും. അത് ദോഹ സിനിമ കാണിക്കൊന്നും വേണ്ട. അതിവിടെ ഖത്തറിലെ ആ സമയത്ത് ഈ നജ്മ ദോഹ സിനിമ എന്ന് പറഞ്ഞാൽ ദോഹ സിനിമ ഭയങ്കര പേരുമാണ്, എല്ലാവർക്കും അറിയുന്ന പേരുമാണ്. നജ്മ സിനിമ പാർക്കിംഗ് ഉണ്ട്, നല്ല വലിയ പാർക്കിംഗ് വെക്കില്ലേ. പാർക്കിംഗ് ഇഷ്ടമാണ്. ഇനിയിപ്പോ നാട്ടിൽ പോന്നേ? നാട്ടിൽ പോലെ നാട്ടിൽ പോകില്ല. എവിടെയാ ഫുഡൊക്കെ പോവാ? ടാക്സി ഇട്ട് പോയാലോ? മട്ടൻ ചുക്കയാ? പുതിയ ഷോപ്പാണ്. നമുക്കിവിടെ നെജ്മെന്നായി ചങ്ങാനെ വിളിക്കണ്ടേ ഇപ്പൊ? ഇത്രക്കാരൻ പോവോ? ഇതിപ്പോ എത്ര ഉണ്ടായിരുന്നു? യൂട്യൂബിൽ സാധനം ടിക്കറ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു. അതൊന്നും വേണ്ട. ഇങ്ങനത്തെ കുറച്ച് ടോക്കുകൾ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റാം. എന്തെങ്കിലും പറ്റി പറയാം. നെജ്മ സൂക്കിലേക്കാണ് പോകുന്നത്. നെജ്മ സൂക്കാണ് സ്ട്രൈറ്റ് നമ്മൾ കയറാൻ പോകുന്നത്. നെജ്മന്റെ ട്രാഫിക്. ഈ ലെഫ്റ്റ് കാണുന്നതാണ് ദോഹ സിനിമ. ലെഫ്റ്റ് കാണുന്നത് ഇപ്പൊ അതിന്റെ മുമ്പിലേക്ക് ക്യാമറ വരും. ഇങ്ങനെ ഇതാ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ്, ഇതാണ് ഈ സാധനമാണ് ദോഹ സിനിമ. ഇതാണ് ഓപ്പോസിറ്റ് ഓഫീസ്. അത് സിനിമ അതൊന്നും ആക്കിയില്ല. ഇതിന്റെ ഓഫീസ് ഒന്നും ആക്കില്ല. അങ്ങനെ തന്നെ ഉണ്ട്.
നീ ഇവിടെ വരുത്തി ഷൂട്ട് വീഡിയോ ഷൂട്ട് ഫോട്ടോ ഷൂട്ട് പിടിത്തേ കണ്ടോട്ടെ അല്ലല്ല അതപ്പുറം അതങ്ങ മറ്റേ വാൾസീനില്ല. നെജ്മ ഏറ്റവും തിരക്കുള്ള ഒരു ടൗണാന്നോ അല്ലേ? റൈറ്റ് നമ്മള് നേരെ പോയിട്ട് പോകുമ്പോ നാടകം വെച്ച് വിളിക്കാനാ പറഞ്ഞേ. സൂക്കർ അതിൻ്റെ അടുത്ത് പോയിട്ട് ഇവന്റെ അടുത്ത് ഫുഡ് ഉണ്ടാവില്ലേ? അവിടെ നിന്ന് നല്ല ഉണ്ടാവുക. സെഞ്ചുറി ഷോപ്പ് ഉണ്ടല്ലോ കണ്ണൂർക്കാരൻ്റെ അവിടെ നിന്ന് ഉണ്ടാവുക. ചിക്കൻ ചില്ലി ഉണ്ടാവും. സ്പെഷ്യൽ എന്താ ഉണ്ടാവുക? സ്പെഷ്യൽ എന്തെങ്കിലും? സ്പെഷ്യൽ ചിക്കൻ ബീഫ് അടിച്ചല്ലേ? ബീഫല്ല എപ്പോ അടിക്കുന്നത്? ചിക്കൻ ഉണ്ടാവും. മീനും ചിക്കനും ബീഫല്ലാണ്, വേറെ ഒന്നുമില്ല. മീൻ ഫിഷ് എന്താ ഉണ്ടാവാടാ? ചേരി മസാല പോയിട്ട് ഏതാടാ വണ്ടി? ഏതാടാ പുതിയ എന്തെല്ലാം വണ്ടി? അറബികൾ മൊത്തം ചൈന കൊണ്ടാളി ഇപ്പൊ അല്ലേ? എന്ത് പുതിയൊരു അതിന് പേരിന് വ്യത്യാസം ഉണ്ടല്ലോ. ഇല്ല മൊബൈൽ ഷോപ്പ് തന്നെ ഇഷ്ടം മൊബൈൽ ഷോപ്പ്. എനിക്ക് ഇവിടെ എങ്ങാനാ വിളിച്ചോട്ടെ മകാർന്ന് വന്നിട്ട് സുഖത്തിനെത്തുക. അങ്ങനെ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ